സുട്ടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടോ. ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോന് കുറച്ച് ബീഫൊക്കെ കൊടുത്തേക്കണം. അപ്പം അതിൻ്റെ ചെറുതായിട്ടൊരു വ്ളോഗ് എടുത്തേക്കണം. അതാണ് ഞാൻ ഇട്ടത്. ഞാൻ പറഞ്ഞില്ലല്ലോ മോനുട്ടി പോകുകയാണെന്ന് പോകാനായിക്കണം. 6 മാസത്തെ ലീവിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓന് നാളെ പോവുകയാണ്. അപ്പം അതിനുള്ള ബീഫും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാക്ക ഒരുപാട് നേരം വൈകിട്ടാണ് ബീഫ് വാങ്ങാൻ പോയത്. അപ്പം ഓർക്ക് ബീഫ് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബോട്ടി വാങ്ങിയിട്ടോ. അത് കഴിഞ്ഞിരുന്നു, സമയം വൈകിയുണ്ട്. അപ്പം കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതും വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇറച്ചി നല്ലോണം കഴുകി വെള്ളം ചോർത്താൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചോർന്ന് പോയതിന് ശേഷം കുക്കറിലൊന്നല്ല, സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ടാണ് ഇത് വെക്കുന്നത്. അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ വെള്ളം കൂടിയും കുറഞ്ഞും അങ്ങനെയൊക്കെ നിൽക്കൂലേ. പിന്നെ വേഗം ശരിയായി കൊട്ടില്ല, ചിലപ്പം കൂടുതലാവും, അങ്ങനെയൊക്കെ ആവില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്ത് അങ്ങനെ വേവിക്കാൻ കരുതി കായൊക്കെ കൂട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പം ബോട്ടി വെന്ത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ബീഫ് വെക്കണത് കേട്ടോ. അപ്പം നമ്മൾ കാക്കത് ഫ്രൈ ആക്കുകയാണ്. അങ്ങനെ ഞാൻ ബോട്ടിയൊക്കെ വെന്ത് കിട്ടിയപ്പോൾ കാക്കു ഫ്രൈ ആക്കണം കേട്ടോ. അപ്പോഴത്തേന് ഞാൻ നമ്മളപ്പുറത്തത് താത്ത അയൽവാസി ഒരു ഇടിച്ചക്ക തന്നിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടിച്ചക്കയാണോ കടച്ചക്കയൊന്നും മനസ്സിലായിട്ടില്ല. കാരണം അത്ര ചെറുതായിരുന്നു. അപ്പോൾ 2 തന്നിരുന്നു. ഇപ്പോൾ ഞാൻ ഓരോട് ചോദിച്ചത് ചുട്ടുവിൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചപ്പോൾ ഒരു പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത് നുറുക്കുകയാണ്. എനിക്ക് ഇതൊന്നും പിന്നെ ഉണ്ടാക്കി ശീലമില്ല. കാരണം ഉമ്മയാണ് ഇതൊക്കെ നുറുക്കി പാത്രത്തിലിട്ട് തരല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കയ്യുമാക്കി ഇങ്ങോട്ട് നുറുക്കുകയാണ്. അപ്പോൾ ഇതും മുതിരയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോൾ നമ്മൾ ഇടിച്ചക്കി മുതിരയൊക്കെ നല്ല വെന്ത് അടിപൊളി കിട്ടിയിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇത് നുറുക്കി ഉണ്ടാക്കണതൊക്കെ. കാരണം അമ്മയാണ് ഇതെല്ലാം നുറുക്കി എനിക്ക് തരല്. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ബീഫ് അടുപ്പത്തൊക്കെ വെച്ച് നല്ല വെള്ളമൊക്കെ വറ്റി റെഡി കിട്ടിയിരുന്നു. നല്ല അടിപൊളി ഇരിക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊരിച്ചെടുത്ത് പാക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ.